ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ LP ടോക്സ്. ഈ ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ഞാൻ 2019 പ്ലാൻ ചെയ്ത് ക്യാൻസൽ ചെയ്തൊരു ട്രിപ്പാണ്. എന്താണെന്നല്ലേ, ഒരു കഥ പറയാം. 2019 12th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാംസിന് ശേഷം ഞാനും അമ്മയും അച്ഛനും കൂടി പ്ലാൻ ചെയ്തതായിരുന്നു നിലമ്പൂർ ട്രിപ്പ്. പക്ഷേ ആ ഒരു ഇയറിൽ ഭയങ്കര മഴയും എല്ലാം കാരണം നിലമ്പൂരിൽ ഒരുപാട് ഡാമേജസ് സംഭവിച്ചു. ഈവൻ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വിചാരിച്ച ആ ഹോട്ടലിന് വരെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ആൻഡ് വി എൻഡഡ് അപ്പ് ഗോയിങ് സംവെയർ എൽസ്. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് നിലമ്പൂരിൽ പോകാൻ പറ്റിയിട്ടേ ഇല്ല. ആൻഡ് നിലമ്പൂർ മോഹം എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഉദിച്ചത് എന്ന് പറഞ്ഞാൽ, ഈ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ സ്ട്രെച്ച് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു പാത്താണ്. ഒരു പ്രകൃതി രമണീയത നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കുറേ റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു എനിക്ക് ആക്ച്വലി നിലമ്പൂരിൽ പോകാൻ ആഗ്രഹം വന്നത്. പക്ഷേ 2019 പോകാൻ പറ്റിയില്ല. ആൻഡ് 2023-24 ആ ഒരു ടൈമിൽ അവിടെ ഇലക്ട്രിഫിക്കേഷൻസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ മരങ്ങൾ മുറിച്ച് മാറ്റുകയും ഒക്കെ ചെയ്തിട്ട് പണ്ടത്തെ അത്ര ആ ഭംഗി ഇപ്പം ഇല്ല. ആക്ച്വലി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പിക്ചേഴ്സും ഇപ്പോഴത്തെ പിക്ചേഴ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ബട്ട് സ്റ്റിൽ ഡെവലപ്മെൻറ്റ് ഹാസ് ടു ഗോ ഓൺ, അതൊരു സൈഡാണ്. ആൻഡ് അങ്ങനെ പിന്നീട് എനിക്കങ്ങനെ നിലമ്പൂർ പോകണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു 2 days അടുപ്പിച്ചൊരു ഹോളിഡേ കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ എങ്ങടെങ്കിലും ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് നിലമ്പൂർക്ക്. ഞങ്ങളപ്പോൾ സ്വന്തം വണ്ടിയിലല്ല പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലത്തേക്കും പോകാനായിട്ട് ഓട്ടോ ആണ് വിളിച്ചത്. ഭയങ്കര കത്തി റേറ്റ് അല്ല, എന്നാൽ ഭയങ്കര ചീപ്പൊന്നും ഞാൻ പറയുന്നില്ല. ഒരു റീസണബിൾ എമൗണ്ട് ആണ് എല്ലാ ഓട്ടോ ചാർജിനും ആയത്. അടുത്തുള്ളതൊക്കെ ഞങ്ങൾ കുറച്ച് നടന്നു, ബട്ട് മിക്കതും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഓട്ടോയിൽ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ആഢ്യൻപാറ വെള്ളച്ചാട്ടമായിരുന്നു. എനിക്ക് നല്ല ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല, ബട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു വാട്ടർഫോൾസ് തന്നെയാണ്. നല്ലൊരു കുളി പാസ്സാക്കാനായിട്ട് നല്ല തണുത്ത വെള്ളമായിരുന്നു. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ അവിടെയൊക്കെ വലിഞ്ഞ് കയറി കുറച്ച് വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റോപ്പ് പോയത് ആക്ച്വലി ഒരു ട്രെക്കിംഗ് പോയിന്റ് ആയ ഗുഡ്. പക്ഷേ ഇതിൻ്റെ മേലെ വരെ കയറണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് സ്ട്രെച്ചിൽ ആ ചങ്ങല ഉണ്ടായിരുന്നില്ല പിടിച്ച് കയറാനായിട്ട്. അപ്പോൾ ഒരു റിസ്കി ഇതായത് കൊണ്ട് അത്ര ഇതെടുക്കാൻ അച്ഛൻ എന്നെ വിട്ടതുമില്ല. അതുകൊണ്ട് തിരിച്ചങ്ങനെ നടന്നു വന്നു. ബട്ട് എവിടെ ട്രിപ്പ് ഫാമിലി ആയിട്ട് പോയാലും ഞങ്ങൾക്കൊരു സാധനമുണ്ട്. ഒന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം ഈവനിങ് മേജർ ഡെസ്റ്റിനേഷൻസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ചുറ്റുപാടും എന്നുള്ള രീതിയിൽ. ഇത് എനിക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എൻ്റെ ട്രിപ്പിൽ. താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എന്തൊക്കെ ടൗണുകളാണ് ഉള്ളത് ഇതൊക്കെ അറിയാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ നേരെ വിട്ടത് DFO ബംഗ്ലാവിലേക്കാണ്, വീണ്ടും ഓട്ടോയിൽ തന്നെ. പക്ഷേ ഓട്ടോ ചേട്ടൻ നമ്മളെ ഫ്രണ്ടിൽ, അതായത് സെക്യൂരിറ്റി പോയിന്റിൽ നമ്മളെ ഇറക്കി വിട്ടു. നമ്മൾ വിചാരിച്ചു അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ നടക്കാമെന്ന്. പക്ഷേ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് നമ്മളെ അടുത്ത് പറഞ്ഞു, കുറച്ച് ദൂരമല്ല, അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി കയറി പോവാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾക്ക് വഴിയൊന്നും അറിയില്ല. നമ്മൾ ഏകദേശം ഒരു ധാരണയിൽ റൂട്ടൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ കയറിപ്പോയി. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തി. ആൻഡ് കാട്ടിക്കൂടുള്ള നടത്തം ഇസ് ഓൾവേസ് ഗുഡ്. കാര്യം ഇതങ്ങനെ വൈൽഡ് ആനിമൽസ് ഒന്നും വരുന്നതല്ല. അപ്പോൾ നല്ല രസമാണ്, വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ DFO ബംഗ്ലാവ് കണ്ടു. അത് ഫുൾ ചുറ്റി കാണുമ്പോൾ എൻ്റെ ഫുൾ തോട്ട് അന്നത്തെ ഫോറസ്റ്റ് ഓഫീസർ എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോയെന്നുള്ളത്. കാര്യം അവിടുത്തെ എല്ലാ മുറികൾ പരിശോധിച്ചിട്ടും ടോയ്ലറ്റ് മാത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മേ ബി അച്ഛൻ പറഞ്ഞു പണ്ടത്തെ കാലമൊക്കെ അല്ലേ അവർ പുറത്തായിരിക്കും പോയിട്ടുണ്ടാവാന്ന്. ഐ ഡോണ്ട് നോ. അതിനുശേഷം അവിടെ ഒരു സ്കൈ വാക്ക് ഉണ്ട്. അതിലെല്ലാം കൂടി നടന്ന് വീണ്ടും കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു. ഇവിടുന്ന് നേരെ വിട്ടത് കൊണോളി പ്ലോട്ടിലേക്കാണ്. അവിടെ കുറേ ഉലാത്തി നടന്നു. അവിടെ പക്ഷെ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു.
എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്, ബട്ട് ഈ മിഡ് ഫോറസ്റ്റ് നടക്കാൻ അതിൻ്റെതായ രസമുണ്ടല്ലോ, അപ്പം അങ്ങനൊരു രസം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നിലമ്പൂരിൻ്റെ ഫേമസ് ടീക്ക് മ്യൂസിയത്തിലേക്കാണ് വന്നത്. കുറേ വെറൈറ്റീസ് ഓഫ് ടീക്ക് കണ്ടു. പിന്നെ മ്യൂസിയംസ് ഒക്കെ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എൻ്റെ ഗോൾഡ് ഫിഷ് മെമ്മറി കാരണം പകുതി മുക്കാലും ഞാൻ ഓർക്കത്തില്ല. പക്ഷെ ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു പോയിന്റ് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണല്ലോ. അങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അത് മൂഡ്സ് ഓഫ് ഈ ടീക്ക് മരമാണ്. എനിക്ക് എന്തോ അത് വല്ലാണ്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നി. നമ്മുടെ നേച്ചറിനും നമ്മളെ പോലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം. ആൻഡ് അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഓഫ് ദി ഡേ. അതിനുശേഷം എല്ലാം വാരിക്കൂട്ടി കെട്ടിപ്പെറുക്കി AC വെയിറ്റിംഗ് ഹാളിലൊരു 1 hour കിടന്നുറങ്ങിയതിന് ശേഷമാണ് ട്രെയിൻ കയറി തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.